ബീഹാറിലെ വ്യവസായി ഗോപാൽ ഖേംകയുടെ കൊലപാതകത്തിന് പിന്നിലെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മകൻ ഗൗരവ് ഖേംക 2018 സമാനമായ രീതിയിൽ ഗോപാൽ ഖേംകയുടെ മറ്റൊരു മകൻ ഗുഞ്ചൻ ഖേംകയും വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. കുടുംബം ഭീതിയിലാണെന്നും മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും മകൻ ഗൗരവ് ആവശ്യപ്പെട്ടു. കൊലപാതകത്തിൽ 7 പേരെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതാണ് പുതിയ വിവരം. വെള്ളിയാഴ്ചയാണ് ബീഹാറിലെ പ്രമുഖ വ്യവസായിയും BJP നേതാവുമായ ഗോപാൽ ഖേംകയെ അജ്ഞാതൻ വെടിവെച്ചു കൊന്നത്. പട്നയിലെ വീടിന്റെ ഗേറ്റിന് സമീപത്ത് വെച്ചാണ് അജ്ഞാതൻ ഖേംകയ്ക്ക് നേരെ വെടിയുതിർത്തത്. മകൻ കൊല്ലപ്പെട്ട് 7 വർഷങ്ങൾക്ക് ശേഷമാണ് സമാന രീതിയിൽ പിതാവും അജ്ഞാതന്റെ വെടിയേറ്റു മരിക്കുന്നത്. ഗോപാൽ ഖേംകയുടെ മകൻ ഗുഞ്ചൻ ഖേംകയും 2018 ഡിസംബറിൽ അജ്ഞാതന്റെ വെടിയേറ്റാണ് മരിച്ചത്. ഇതേ തുടർന്ന് ഖേംകയുടെ വീടിന് കാവലേർപ്പെടുത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം പിൻവലിച്ചു. പട്നയിലെ പ്രമുഖ സ്ഥാപനമായ മഗധ് ഹോസ്പിറ്റലിന്റെ മുൻ ഉടമയായ ഗോപാൽ ഖേംകയ്ക്ക് മെഡിക്കൽ ഷോപ്പുകളും പെട്രോൾ പമ്പുകളും ഫാക്ടറികളുമുണ്ട്. BJP നേതാവ് കൂടിയായ മകൻ ഹാജിപുരിലെ ഫാക്ടറി വളപ്പിൽ വെടിയേറ്റ് മരിച്ച ശേഷം ഖേംകയെ ആശുപത്രി വിൽക്കുകയും സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. 7 വർഷത്തിനിടെയുണ്ടായ 2 ദാരുണ സംഭവങ്ങളുടെ ഞെട്ടലിലാണ് കുടുംബമെന്ന് ഗോപാൽ ഖേംകയുടെ മകൻ ഗൗരവ് ഖേംക പറഞ്ഞു. വെടിയൊച്ച കേട്ടാണ് താനും ഭാര്യയും ഗേറ്റിനടുത്തെത്തിയത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് പിതാവിനെ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസിനെ വിവരമറിയിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിഷ്ക്രിയത്വമുണ്ടായെന്നാണ് മകൻ ഗൗരവ് ഖേംക കുറ്റപ്പെടുത്തുന്നു. ഖേംകയുടെ മരണത്തിന് പിന്നാലെ കുടുംബം പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഖേംകയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട അക്രമിയെ ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. സംഭവസ്ഥലത്ത് നിന്ന് ഒരു വെടിയുണ്ട കണ്ടെടുത്തിട്ടുണ്ട്. ബിസിനസ് പകയാകാം കൊലപാതക കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു. കേസന്വേഷിക്കാൻ ബീഹാർ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.